മെഴുകുന്നത് പോലെ ഇവിടെ പ്രശ്നങ്ങളെ ഒരുക്കി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഒക്കലോ മാസത്തിൽ നിന്നും കർത്താവിന്റെ വിലപ്പെട്ട ദാസി ബീന മാസിപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്ന പ്രാർത്ഥനയാണ്. പാട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതാണ്. ദൈവത്തിന്റെ ദയ വലിയതാണ്. ദൈവത്തിന്റെ ദയ നിരന്തരമാണ്. ഓരോ ദിവസവും നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് കർത്താവിന്റെ ദയ മാത്രമാണല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദയയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും പിന്നെയും ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് പാടുന്നു. പഴയ ഒരു പാട്ടാണ്, നമുക്ക് അറിയാവുന്നവർക്ക് ചേർന്ന് പാടാം. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അമ്മ തന്നുദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ വീണ്ടെടുത്തല്ലോ. അമ്മ തന്നുദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ വീണ്ടെടുത്തല്ലോ. നരയോളം ചുമക്കാമെന്നരുളിയോനേ, നിന്നോടു തുല്യനായാരുമില്ല. നരയോളം ചുമക്കാമെന്നരുളിയോനേ, നിന്നോടു തുല്യനായാരുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. രോഗത്താൽ എൻ ദേഹം ക്ഷീണിച്ചപ്പോൾ ചാരത്തു വന്നെന്നെ സൗഖ്യമാക്കി. രോഗത്താൽ എൻ ദേഹം ക്ഷീണിച്ചപ്പോൾ ചാരത്തു വന്നെന്നെ സൗഖ്യമാക്കി. എന്നിലുള്ള ആയുസ് തീരും വരെ യേശുവിനായി ഞാൻ ജീവിച്ചിടും. എന്നിലുള്ള ആയുസ് തീരും വരെ യേശുവിനായി ഞാൻ ജീവിച്ചിടും. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നിണം ചിന്തി വീണ്ടെടുത്തല്ലോ. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നിണം ചിന്തി വീണ്ടെടുത്തല്ലോ. നിത്യതയോളവും നടത്തിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. നിത്യതയോളവും നടത്തിടുവാൻ
യേശുവേ നീ മാത്രം മതി എനിക്ക്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ആമേൻ. ഹല്ലേലൂയ. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ കർത്താവ് ദാസിയെ ദൈവം സഹായിക്കലും. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവ് കൊടുത്തിരിക്കുന്ന ദാസിയും പൈതങ്ങളെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കൊലോമ പ്രയർ ലൈൻ അനുഗ്രഹ വിഷയമാക്കി ഇരിക്കുന്നല്ലോ. അതിനെ സംസാരിക്കുവാനും ലീഡ് ചെയ്യുവാനും പാട്ട് പാടുവാനും ഒക്കെ ദൈവം അധികമായ കൃപ കൊടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു രാത്രികാലം പാടിയത്. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ദൈവത്തിന്റെ ദയ എത്ര വലുതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ കൃപ എത്ര വലുതാകുന്നു. നമ്മെ നടത്തുന്നത് അവിടുത്തെ കൃപയും ദയയും. കേട്ടിരിക്കാവുന്ന നീയോടെ സ്തോത്രം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. നിർമ്മാണം കർത്താവിന്റെ വിലപ്പെട്ട ദാസന് ഭജനം ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ഭയഭക്തിയോടും മറയിലോടും കൂടെ ഹല്ലേലൂയ മഹാരാജാവിന്റെ സന്നമക്കായിരിക്കും ഹോബി അള്ളിച്ചേണമേ അടിയാൻ കേൾക്കുന്നുള്ള പ്രാർത്ഥിച്ചത്. വലിയ തേനിലും തേൻകട്ടിലും മധുരമേറിയ ദൈവത്തിന്റെ വചനം ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അതെന്റെ ഹൃദയത്തിന് ആനന്ദവും മനസ്സിന്റെ സന്തോഷവുമായി. ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷയിൽ എന്തെല്ലാം വാഗ്ദത്തങ്ങൾ മഹാദൈവം ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ രാത്രിയിലെ കാലം പ്രാപിപ്പാത്തക്കവണ്ണം വളരെ പ്രാർത്ഥനമൊക്കെയായിരിക്കും. ഒക്കലമ്മ സിഗ്നിൻ കർത്താരി വെളിപ്പെട്ട ദാസൻ പക്ഷേ ജോൺ വർഗീസ് പാസ്റ്ററെ ഹല്ലേലൂയ ആദരവോട് സ്നേഹത്തോട് ഒക്കലമ്മ പിള്ളേ ക്ഷണിക്കുന്ന വളരെ പ്രാർത്ഥനയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ വിശുദ്ധ ജനത്തെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് സെക്കറിയ പ്രവചനം 1-ാം അധ്യായമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത് സെക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 7 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളാണ്. ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന ചുവന്ന കുതിരപ്പുറത്ത് ഇരിക്കുന്ന പുരുഷനെയും കൂടെയുള്ളതായ ദൂതഗണങ്ങളെയും പറ്റിയാണ് ചിന്തിപ്പാൻ ആഗ്രഹിച്ചത്. എങ്കിൽ തന്നെയും ചോലയിലെ എന്നുള്ളതായ, അതായത് വാലി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, താഴ്വര. അങ്ങനെ ചിന്തിച്ചതായ സന്ദർഭത്തിൽ വേറൊരു താഴ്വരയെ പറ്റി എൻ്റെ ഹൃദയത്തിൽ കടന്നു വരികയും ആ ഭാഗം ഇന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 22-ാം അധ്യായമായിരിക്കും നാം ചിന്തിക്കുന്നതിന്. യെശയ്യാ പ്രവചനം 22, 25 വാക്യങ്ങളുണ്ട്. മുഴുവൻ വാക്യങ്ങളും നാം കൂലങ്കഷമായി ചിന്തിപ്പാൻ സാധ്യമല്ല. എങ്കിൽ തന്നെയും ഈ അധ്യായത്തെ ഒന്ന് പരിചയപ്പെടേണ്ടതിന് 22-ാം അധ്യായം മുഴുവനും വായിച്ചൊന്ന് സഹായിക്കാമെങ്കിൽ നല്ലതായിരുന്നു. ദർശന താഴ്വരയെ കുറിച്ചുള്ള പ്രവാചകം, നിങ്ങളെല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിനെ നിങ്ങൾക്ക് എന്തു ഭവിച്ചു? അയ്യോ, കോലാഹലം നിറഞ്ഞും ആരവപൂർണമായും ഇരിക്കുന്ന പട്ടണമേ, ഉല്ലസിത നഗരമേ, നിന്റെ നിഹിതന്മാർ വാളാൽ കൊല്ലപ്പെട്ടവരല്ല,
പടയിൽ പട്ടുപോയവരുമല്ല. നിന്റെ അധിപതിമാർ എല്ലാവരും ഒരുപോലെ ഓടിപ്പോയിരിക്കുന്നു. അവർ വില്ലില്ലാത്തവരായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിന്നിൽ ഉണ്ടായിരുന്നവരൊക്കെയും ദൂരത്തോ ഓടിപ്പോയിട്ടും ഒരുപോലെ ബദ്ധരായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നെ നോക്കരുത്, ഞാൻ കൈപ്പോടെ കരയട്ടെ. എന്റെ ജനത്തിന്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പിപ്പാൻ ബന്ധപ്പെടരുത്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിങ്കൽ നിന്ന് ദർശന താഴ്വരയിൽ പരിഭാവവും സംഹാരവും പരിഭ്രമവുമുള്ള ഒരു നാൾ വരുന്നു. മതിലുകളെ ഇടിച്ചു കളയുന്നതും മലകളോട് നിലവിളിക്കുന്നതുമായ നാൾ തന്നെ. ഏലാം കാലാളും കുതിരപ്പടയും ഉള്ള സൈന്യത്തോടുകൂടെ ആവനാഴിക എടുക്കുകയും കീർപരിചയുടെ ഉറ നീക്കുകയും ചെയ്തു. അങ്ങനെ നിന്റെ മനോഹരമായ താഴ്വരകൾ രഥം കൊണ്ട് നിറയും. കുതിരപ്പട വാതുക്കൽ നിരത്തും. അവൻ യഹൂദയുടെ മൂടുപടം നീക്കിക്കളഞ്ഞു. അന്ന് നിങ്ങൾ വനഗ്രഹത്തിലെ ആയുധ വർഗത്തെ നോക്കി ദാവീദിൻ നഗരത്തിന്റെ ഇടിവുകൾ അനവധി എന്ന് കണ്ടു. താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടി നിർത്തി. യെരുശലേമിലെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു. പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ 2 മതിലുകളുടെ മധ്യേ ഒരു ജലാശയമുണ്ടാക്കി. എങ്കിലും അത് വരുത്തിയവങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല. പണ്ടേ അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല. അതിന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളയെ അറുക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്ക, നാം തിന്നുക കുടിക്ക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത്, നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ചെന്ന് ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായ ശെബ്നയെ കണ്ടു പറയേണ്ടത്, നീ എന്താകുന്നു ഈ ചെയ്യുന്നത്? നിനക്കിവിടെ ആരുള്ളൂ? ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്? ഉയർന്നൊരു സ്ഥലത്ത് അവൻ തനിക്ക് ഒരു കല്ലറ വെട്ടിക്കുന്നു, പാറയിൽ തനിക്കൊരു പാർപ്പിടം കൊത്തി ഉണ്ടാക്കുന്നു. എടോ, നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും. അവൻ നിന്നെ ഒരു പന്ത് പോലെ വിശാലമായൊരു ദേശത്തിലേക്ക് ഉരുട്ടിക്കളയും. നിന്റെ യജമാനന്റെ ഗ്രഹത്തിന്റെ ലജ്ജയായി ഉള്ളോവേ, അവിടെ നീ മരിക്കും. നിന്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെയാകുന്നു. ഞാൻ നിന്നെ നിന്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. അന്നാളിൽ ഞാൻ ഹിക്കിയാവിന്റെ മകനായ എന്റെ ദാസനായ എൽക്കാമിനെ വിളിക്കും. അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും. നിന്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും. നിന്റെ അധികാരം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരുശലേം നിവാസികൾക്കും യഹൂദാ ഗ്രഹത്തിനും ഒരപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. അവൻ തന്റെ പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. അവന്റെ മേൽ അവന്റെ പിതൃഭവനത്തിന്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും.
അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരിക്കുന്ന ആണി ഇളകിപ്പോകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോവുകയും ചെയ്യും. അവിടെയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്, യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ആമേൻ. കരുണയുടെ ദൈവമേ, അവിടുത്തെ വചനം ഞങ്ങൾ വായിച്ചല്ലോ. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാണല്ലോ, ജീവന്റെ മന്നയാണല്ലോ. അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് വിളമ്പി തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാവരിച്ചു മഹത്വം എടുക്കണമേ. അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. വചനകേൾവിയിലുള്ള സമൃദ്ധി അനുഭവിക്കാൻ ഇടയാക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിനെ സ്തോത്രം ചെയ്യുന്നു. 25 വാക്യങ്ങളിലുള്ള ഇസയാ പ്രവചനം 22 അധ്യായം വളരെ മനോഹരമായ ഒരു അധ്യായമാണ്. അനേകമായ ആത്മീക പാഠങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരധ്യായമാണ് ഇസയാ പ്രവചനം 22 അധ്യായം. തിരുവചനത്തിലെ മർമ്മങ്ങളും പ്രവചന സൂക്തങ്ങളും ചരിത്രങ്ങളും നല്ലവണ്ണം അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് തെറ്റുകൂടാതെ വ്യാഖ്യാനിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുകയുള്ളൂ. ആത്മീകമായി വ്യാഖ്യാനിക്കുന്നതിൽ ഒരുപക്ഷെ പലർക്കും സാധിക്കുമെങ്കിൽ തന്നെയും ചരിത്രപരമായും പ്രവചനപരമായും തിയോളജിക്കലായിട്ടുമൊക്കെയും വ്യാഖ്യാനിക്കണമെങ്കിൽ ഏതാണ്ട് യെശയ്യാ പ്രവചനത്തെ പറ്റിയും ഏത് സന്ദർഭത്തിലാണ് ഈ പ്രവചന ദൂത യെശയ്യാ പ്രവാചകന് ലഭിച്ചത് എന്നും അതിന്റെ കാരണം എന്ത് എന്നും ഒക്കെയും ചിന്തിക്കുമ്പോൾ മാത്രമേ ഈ അധ്യായത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകുകയുള്ളൂ. യെശയ്യാ പ്രവചനം 22 അധ്യായം 21 അധ്യായത്തിന്റെ തുടർമാനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 21 അധ്യായം ഫ്രാഗ്മെന്ററി പ്രോഫസീസ് ആണ്. എന്ന് പറഞ്ഞാൽ ഭാഗമായി പല രാജ്യങ്ങളെ പറ്റി, ഒരു രാജ്യത്തെ പറ്റി മാത്രമല്ല പല രാജ്യങ്ങളെ പറ്റി പ്രവചിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അതിൽ കാവൽക്കാരനെ പ്രത്യേകം നിർത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കാവൽക്കാരനെ നിർത്തി കാവൽക്കാരൻ വരുന്ന കാര്യങ്ങളൊക്കെയും അത് ബാബേലിന്റെ വീഴ്ചയാണ് പ്രധാനമായി അതിന്റെ 1 ഭാഗത്തെ കാണുവാൻ സാധിക്കുന്നത്. ബാബേലിനെ തോൽപ്പിക്കത്തക്കവണ്ണം മേദ്യപാർസികൾ വരുന്നതാണ് ചരിത്രപരമായി കാണുന്നതെങ്കിൽ തന്നെയും ആത്മീകപരമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേൽ മക്കളെ ഭാവിയിൽ വെടിവെക്കുവാൻ വരുന്നത് നമുക്ക് ഇവിടെ 21 അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. 22 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദർശന താഴ്വരയെ പറ്റിയാണ് ആദ്യം തന്നെ 1 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യെരുശലേമിനെ ചുറ്റുമുള്ള 3 ദർശന താഴ്വരകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യെരുശലേമിന് ചുറ്റും പ്രധാനമായി 3 താഴ്വരകളാണ് ഉള്ളത് എന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി തിറോപ്പിയൻ താഴ്വര എന്നുള്ളതിനെ ചീഫ് മേക്കേഴ്സ് വാലി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ തിറോപ്പിയൻ താഴ്വരയാണ് യെരുശലേമിന്റെ പഴയ പട്ടണവും മോറിയ മലയും തമ്മിൽ വേർതിരിക്കുന്നത്. മോറിയ മല നമുക്കറിയാം, ഇസഹാക്കിനെ യാഗം കഴിച്ച സ്ഥലം. എക്സാക്ട്ലി അവിടെയാണ് യെരുശലേം ആലയം പണിയപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് ആലയമുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് 2 മോസ്ക് കാണുവാൻ സാധിക്കും. അൽ അക്സ മോസ്കിന്റെ ഭാഗത്തേക്ക് പോകുന്നതായ സ്ട്രീറ്റുമൊക്കെയാണ് ഈ ടിപ്പോളിയൻ താഴ്വരയെ പറ്റി വിശദീകരണം കാണുവാൻ സാധിക്കുന്നത്. അതാണ് ഓൾഡ് യെരുശലേം സിറ്റി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2ാമത്തെ താഴ്വരയാണ് ഹിന്നോം വാലിയെ പറ്റി പല സ്ഥലങ്ങളിൽ പ്രത്യേകം എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഹിന്നോം വാലി തന്നെയാണ് പ്രവർത്തികളുടെ പുസ്തകം 1 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ അക്കൽദാമ എന്ന് പറയുന്ന സ്ഥലം.
യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ കുശവന്റെ അടുക്കലേക്ക് പോകുന്നതായ ആ താഴ്വരയൊക്കെ ഹിന്നോം താഴ്വരയായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സന്ദർഭത്തിൽ ഹിന്നോം താഴ്വരയെ പറ്റി പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹിന്നോം താഴ്വരയാണ്, അവിടെ കൊണ്ടാണ് അവരെ ഗാർബേജ് ഒക്കെ വെച്ച് എരിച്ചു കളയുന്നത്. അത് വലിയ അന്ധകാരത്തിന്റെ കുഴിയാണ്. അവിടെ എപ്പോഴും വേസ്റ്റ് സാധനങ്ങൾ ഇട്ടിട്ട് അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത് കണ്ടുകൊണ്ടാണ് അതിന്റെ നരകത്തെ പറ്റി നിദാനമായി പറഞ്ഞിരിക്കുന്നത്. ഹിന്നോം താഴ്വരയല്ല നരകം, എന്നാൽ നരകത്തിന് നിഴലായിട്ട് അവിടുത്തെ പുഴു ചാകുകയില്ല, തീ കെട്ടുപോകുകയുമില്ല എന്നൊക്കെ ഹിന്നോം താഴ്വരയെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യിരെമ്യാ പ്രവചനത്തിലും മറ്റുമൊക്കെ ഹിന്നോം താഴ്വരയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യൂദാ കെട്ടിയാന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ കയറ് പൊട്ടി ഈ അക്കൽദാമ ആ കുഴിയിലേക്കാണ് അവൻ വീണു പോയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ, പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1:19 അക്കൽദാമ. ഒരു പ്രാവശ്യം മാത്രമേ ദൈവത്തിന്റെ വചനത്തിൽ അക്കൽദാമ എന്ന പദം കാണുന്നുള്ളൂ. അത് ഹിന്നോം താഴ്വരയെ പറ്റിയാണ് പറയുന്നത്. അതിപ്പോൾ അവര് നികത്തി ഇപ്പോൾ യെരുശലേമിൽ ചെല്ലുകയാകുന്നുവെങ്കിൽ അവിടെ അവരൊരു തിയേറ്റർ ഒക്കെ പണിത് ഇരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. 3-ാമത്തെ താഴ്വരയാണ് കിദ്രോൻ താഴ്വര. കിദ്രോൻ താഴ്വര പറ്റി തിരുവചനത്തിൽ വളരെ ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രവചനപരമായിട്ടും ചരിത്രപരമായിട്ടും ആത്മീകപരമായിട്ടും ഒക്കെ വളരെ അർത്ഥമുള്ള താഴ്വരയാണ് കിദ്രോൻ താഴ്വര. യെരുശലേമിനു നേരെ താഴെ, യെരുശലേമിനും ഒലിവ് മലയ്ക്കും ഇടയിൽ തുടങ്ങിയിട്ട് അതങ്ങ് യഹോശാഫാത്ത് താഴ്വര വരെ നീണ്ടു കിടക്കുന്ന താഴ്വരയാണ്. ഏതാണ്ട് 20 മൈൽ നീളമുള്ളതായ ആ നീണ്ടു കിടക്കുന്ന താഴ്വരയാണ് കിദ്രോൻ വാലി എന്ന് പറയുന്നത്. ഈ വാലിയെ ദൈവത്തിന്റെ വചനത്തിൽ യോവേൽ പ്രവാചകൻ വിളിച്ചിരിക്കുന്നത് യഹോശാഫാത്ത് താഴ്വര എന്നാണ്. യഹോശാഫാത്ത് താഴ്വര അവിടെ യോവേൽ പറയുന്നുവെങ്കിലും അതിന്റെ ആരംഭം കിദ്രോൻ വാലിയായിട്ട് ആ കിദ്രോൻ തോട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. 20 മൈൽ നീളമാണ് അതിനുള്ളത്. ദാവീദ് അബ്ശാലോമിനെ ഭയന്ന് ഓടുന്നതായ സന്ദർഭത്തിൽ കിദ്രോൻ തോട് അപ്പുറം കടന്നു എന്നൊക്കെയും പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ യെരുശലേമിൽ പോയാലും കിദ്രോൻ തോട്, അതുപോലെ തന്നെ യഹോശാഫാത്ത് വാലി, ഇത് രണ്ടും 2 സൈഡാണ്. ഒന്നിന്റെ ഒരു ഭാഗവും മറ്റേ ഭാഗവും ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഡെഡ് സീ വരെ നീണ്ടു കിടക്കുന്നതാണ്. ചാവുകടൽ വരെ കിദ്രോൻ വാലി, യെരുശലേം മുതൽ ചാവുകടൽ വരെ ഏതാണ്ട് 20-ൽ പരം മൈലുകൾ നീണ്ടു കിടക്കുന്നതാണ് കിദ്രോൻ വാലി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും കിദ്രോൻ തോട് കടന്നാണ് പിന്നെ ഗദസമന തോട്ടത്തിലേക്ക് പോയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളതായ താഴ്വര ദർശന താഴ്വരയെ പറ്റിയാണ് പറയുന്നത്. ഏത് ദർശന താഴ്വരയാണ് എന്ന് നമുക്ക് 22-ാം അധ്യായത്തിലെ അയ്യോ കോലാഹലം നിറഞ്ഞ് മാരവപൂർണമായി ഇരിക്കുന്ന പട്ടണമേ, ഉല്ലസിത നഗരമേ, നിന്റെ ഹതന്മാർ വാളാൽ കൊല്ലപ്പെട്ടവരല്ല, പടയിൽ പട്ടുപോയവരുമല്ല. 22-ന്റെ 2-ാം വാക്യമാണ്. നിങ്ങൾ ഈ അധ്യായം നിവർത്തി അതിലേക്ക് നോക്കി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കി വളരെ ഗഹനമായി ദൃഷ്ടി വെച്ചെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അത് ഞാൻ വ്യക്തമായി ഓർപ്പിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പകുതി ഫോക്കസോടുകൂടെ നിൽക്കുന്ന ആർക്കും ഇത് മനസ്സിലാകാൻ പ്രയാസമാണ്. വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായ കാര്യങ്ങളാണ്.
ഈ ഉല്ലസിത നഗരമേ എന്നൊക്കെ പറയുന്നത് യെരുശലേമിനെയാണ്. യെരുശലേമിനെ ചുറ്റുമുള്ള 3 താഴ്വരകളും അതിനോടനുബന്ധിച്ച് നടക്കുന്നതായ പ്രവചന കാര്യങ്ങളുമാണ് 22-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ വേറെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് മനോഹരമായ ഒരു പുസ്തകം വാങ്ങിക്കുവാൻ സാധിക്കും. ആ പുസ്തകത്തിന്റെ പേര് ദ വാലി ഓഫ് വിഷൻ എന്നാണ്. ദർശന താഴ്വര എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തെ പറ്റിയോ അതിന്റെ പ്രവചന കാര്യങ്ങളെ പറ്റിയോ ഒന്നും തന്നെ പറയുന്നില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എ കളക്ഷൻ ഓഫ് പ്രേയേഴ്സ് ആൻഡ് ഡിവോഷൻ, അത് പ്രാർത്ഥനകളുടെ ഒരു പരമ്പരകൾ, മുഴുവൻ പ്രാർത്ഥനകളാണ്. നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഗിഫ്റ്റായി കൊടുക്കുവാൻ കൊള്ളാവുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് ദ വാലി ഓഫ് വിഷൻ. ആർതർ ബെനറ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന പ്യൂരിറ്റൻസ് പ്രയർ ആണ്. പ്യൂരിറ്റൻ ചർച്ചസിനെ നാം കേട്ടിട്ടുണ്ടല്ലോ. ആ പ്യൂരിറ്റൻ ചർച്ചുകാരാണ് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് വന്ന ക്രിസ്ത്യാനിറ്റിയുടെ അമേരിക്കയിലെ ആരംഭമൊക്കെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി സ്പെഷ്യലി ഇംഗ്ലണ്ടിൽ വളരെ കഷ്ടപ്പെട്ടവരാണ് പ്യൂരിറ്റൻസ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ പ്യൂരിറ്റൻസ് പ്രേയർ ആണ് ഈ വാലി ഓഫ് വിഷൻ എന്ന പുസ്തകത്തിനകത്തുള്ളത്. മനോഹരമായ പുസ്തകമാണ്. നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കുവാൻ മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ ഈ പുസ്തകം വായിക്കണം. ഞാൻ എൻ്റെ സിറ്റ് ഔട്ടില് ഈ പുസ്തകം വെച്ചിട്ടുണ്ട്. അത് എവരി നൗ ആൻഡ് ദെൻ ഞാൻ ഉച്ച കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴോ അല്ല എങ്കിൽ ഏതെങ്കിലും രാവിലെ സന്ദർഭത്തിലോ 1 മിനിറ്റ് റിലാക്സ് ചെയ്ത് കാല് നീട്ടി ഇരിക്കുമ്പോൾ ഞാൻ ഈ പുസ്തകം എടുത്ത് ഇതിനകത്തെ ഒരു പ്രയറോ ഏതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടും മറ്റു ചില സന്ദർഭത്തിൽ വിഷയം സംബന്ധിച്ചും ഞാൻ വായിക്കാറുണ്ട്. അത് എൻ്റെ മനസ്സിന് ഫ്രഷ്നെസ് നൽകുന്നുണ്ട്. നിങ്ങളെ 10-15 രൂപ, എനിക്ക് വന്ന് 10-15 രൂപ ആകും, 20 രൂപയിൽ താഴെയായിരിക്കും. നിങ്ങൾ മാർഡയിൽ കിട്ടും, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് മേടിക്കാൻ സാധിക്കും. ഈ പുസ്തകം ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. ഇറ്റ്സ് എ പ്രയർ ബുക്ക്. അതിനകത്ത് പ്രവചനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കളക്ഷൻ ഓഫ് പ്രയർ ആണ്. നല്ല ബുക്കാണ്. നമ്മുടെ അകത്തെ കുളിർമ തരുന്നതാണ്. ഞാൻ വാലി ഓഫ് വിഷൻ എന്നാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട്. അതുകൊണ്ട് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 3 വാലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും യെരുശലേമിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളുമാണ് ഇവിടെ പ്രധാനമായി കാണുവാൻ സാധിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ഭാഗത്ത് അശൂര്യ രാജ്യം യഹൂദന്മാർക്ക് തെക്കേ രാജ്യത്തിനെതിരായി കടന്നു വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളും, രണ്ടാമത്തെ ഭാഗം ബാബിലോണിയർ കടന്നു വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളുമാണ് പ്രധാനമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹിസ്കിയ രാജാവ് ഭരിച്ച കാലത്താണ് ഇതിന്റെ ചരിത്ര ഭാഗം നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. 2 രാജാക്കന്മാർ 18-ാം അധ്യായം, യെശയ്യാ പ്രവചനം 36-37 അധ്യായങ്ങളൊക്കെ ഈ യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മെ പഠിപ്പിക്കുന്നതാണ്. ദൈവവചനം യഥാർത്ഥമായി പഠിക്കുവാനും അതിലെ ആർമീകമായ മർമ്മങ്ങൾ ഗ്രഹിക്കുവാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ കാര്യങ്ങൾ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഈ യെരുശലേമിന്റെ തകർച്ചയും അതിന്റെ ചുറ്റുപാടുമുള്ളതായ ഭയങ്കരം വരുവാൻ പോകുന്ന വലിയ ന്യായവിധിയും കണ്ടുകൊണ്ട് കരയുന്ന പ്രവാചകനെയാണ് ഹല്ലേലൂയ സ്തോത്രം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
ഹല്ലേലൂയ സ്തോത്രം. വരുവാനുള്ള ആ ന്യായവിധി കണ്ടുകൊണ്ട് തന്റെ ജനത്തിന് വേണ്ടി വളരെ കൈപ്പോടെ കരയുന്ന പ്രവാചകനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. 5-ാം വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്നും ദർശന താഴ്വരയിൽ 3 താഴ്വരകളെ പറ്റി ഞാൻ ഓർപ്പിച്ചുവല്ലോ. അതിലേറ്റവും പ്രധാനമായി കിദ്രോൻ താഴ്വരയാണ് ഏറ്റവും പ്രധാനം. 3ാമത്തെ താഴ്വര ഞാൻ പറഞ്ഞത് യഹോശാഫാത്ത് താഴ്വരയൊക്കെ. ഹല്ലേലൂയ സ്തോത്രം. അതായിരിക്കും പ്രധാനമായിട്ട് ഈ 22-ാം അധ്യായത്തിൽ സിംഗുലറിൽ, പ്ലൂറൽ അല്ലല്ലോ, താഴ്വരയെ കുറിച്ചെന്നാണല്ലോ പറയുന്നത്. പ്രധാനമായിട്ട് യെരുശലേം തുടങ്ങി യഹോശാഫാത്ത് ഡെഡ് സീ വരെ നീണ്ടു കിടക്കുന്ന താഴ്വരയായിരിക്കും ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഹല്ലേലൂയ. ആ വാലിയിൽ ഉണ്ടാകുവാൻ പോകുന്ന കഷ്ടപ്പാടും സംഹാരവും പരിഭ്രമവുമുള്ള നാൾ കണ്ടുകൊണ്ട് പ്രവാചകൻ കൈപ്പോടെ കരയുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് നാം ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ അധ്യായം വായിക്കുവാനും ഇതിൽ നിന്ന് ചില കാര്യങ്ങളെങ്കിലും ദീർഘമായി പഠിക്കുവാൻ വളരെ പ്രവചനങ്ങളും ആത്മീക സൂക്തങ്ങളും ഇതിനകത്തുണ്ട്. അത് അടർത്തി എഴുതി വിശകലനം ചെയ്ത് പഠിക്കുവാൻ വളരെ സമയമെടുക്കും. അത് പൂർണ്ണമായി നമുക്കിന്ന് നടക്കുകയില്ല. എന്നാൽ ഈ പുസ്തകത്തെ പറ്റി ഈ അധ്യായത്തെ പറ്റി ഒരു പരിചയമെങ്കിലും ലഭിക്കട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. ഒരു യഥാർത്ഥ ദൈവ പൈതൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വരുവാനുള്ള ന്യായവിധി കണ്ടുകൊണ്ട് അവർ കരയുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിന് വരുവാൻ പോകുന്ന ന്യായവിധി, ഇനിയും വരുവാൻ പോകുന്ന ബാധകൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കണ്ടുകൊണ്ട് വിശേഷാൽ ഇസയാവ് തന്റെ സ്വന്തം ജനമായ തെക്കേ ദേശത്തുള്ളവർക്ക് വരുവാനുള്ള ന്യായവിധി കണ്ടുകൊണ്ടാണ് കരയുന്നത് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സ്വന്തം ജനത്തിന്റെ തകർച്ച കണ്ടുകൊണ്ട്, അത് നമ്മുടെ കുടുംബത്തിൽ നിന്നുമാകാം, നമ്മുടെ ചർച്ചിൽ നിന്നുമാകാം, നാം താമസിക്കുന്ന പട്ടണത്തിലാകാം, അതുപോലെ ക്രിസ്തീയ സമൂഹത്തിന് ഉണ്ടാകുന്നതായ കഷ്ടപ്പാടുകൾ, ബദ്ധപ്പാടുകൾ, ഇതിനകത്ത് രക്തസാക്ഷികളായി തീരുന്ന വ്യക്തികളെക്കാൾ കൂടുതലായി ആത്മീകമായി തകർച്ച ഭവിച്ചുകൊണ്ട് കർത്താവിൽ നിന്ന് അന്യപ്പെട്ട് ജഡീകമായ ഇച്ഛകൾക്ക് വേണ്ടി മാത്രം സന്തോഷിക്കുന്നതായ ഒരു കൂട്ടം ക്രിസ്തീയ സമൂഹങ്ങളെയാണ് ഭൂരിപക്ഷമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒക്കെയും വരുവാൻ പോകുന്ന ഒരു ന്യായവിധി വരുന്നു. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ഇങ്ങനെയുള്ളവരെ കണ്ടുകൊണ്ട് നമുക്കൊന്ന് കരയുവാൻ ഒക്കുമോ? ഞാൻ അതിനെ തുടർമാനമായി 12-13 വാക്യങ്ങൾ വായിക്കാം. പിന്നെ പുറകോട്ട് കടന്നു വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കഴിയുന്നിടത്തോളം സമയത്തിന്റെ പരിമിതി അനുസരിച്ച് ഓർപ്പിക്കാം. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവെ കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ, അപ്പോൾ യോവേൽ പ്രവാചകൻ ഒരു ഉപവാസം പ്രസിദ്ധമാക്കുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതുപോലെ ഈ അന്ത്യകാലത്ത് ദൈവസഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് വലിയ ഫെയിം ഒന്നുമല്ല കേട്ടോ. ഒരു ഫെയിമിനോ അല്ലെങ്കിൽ മറ്റു വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നതൊക്കെ അഴുക്കെന്നല്ല ഞാൻ പറയുന്നത്. അതിനൊക്കെ അപ്പുറമായി നമ്മുടെ അകത്തെ കണ്ണു തുറന്നിട്ട് വരുവാനുള്ള വലിയ ന്യായവിധി കണ്ടുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടതിനെ നമ്മുടെ കർത്താവ് നമ്മെ ഉപദേശിച്ചതുപോലെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ, ഹല്ലേലൂയ സ്തോത്രം, ഇവയിൽ നിന്നൊക്കെയും ഒഴിഞ്ഞിരിക്കേണ്ടതിനെ കർത്താവ് പറഞ്ഞ എന്താണ്? സദാസമയം ഉണർന്നും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഇരിക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ കർത്താവിന്റെ അവസാന ദിവസങ്ങളിൽ ഭൂമിയിലായിരുന്നപ്പോൾ
പ്രത്യേകം തിരുസഭയെ ഓർപ്പിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പ്രവാചകന്മാർ വിളിക്കുകയാണ്. നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിൽ പ്രവാചകന്മാർ വിളിക്കുന്ന വിളി, ഹല്ലേലൂയ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം ജനത്തെ വിളിക്കുകയാണ്. കടന്നുവാ, ഹല്ലേലൂയ, ഒരു ഉപവാസം പ്രസിദ്ധമാക്ക്, ഹല്ലേലൂയ, രട്ടിലും വെണ്ണീരിലും ഇരുന്നു കൊണ്ട് നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഒരു നിലവിളി നമുക്ക് ആവശ്യമാണ് എന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇവർ വിളിക്കുന്നതായ സന്ദർഭത്തിൽ അവർ ചെയ്യുന്നത് എന്താണെന്നാണ് 13-ാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവഭക്തന്മാർ വിളിക്കുമ്പോൾ ആനന്ദവും സന്തോഷവും, കാളെ അറുക്കുന്നതും ആടറക്കുന്നതും ഇറച്ചി തിന്നുകയും വീഞ്ഞു കുടിക്കുകയും, നാം തിന്നുക, ഹല്ലേലൂയ, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നായിരുന്നു തിയറി. ഇന്ന് സഭകളിൽ കാണുന്ന ഒരു വലിയ പ്രവണതയാണ്, ദൈവമക്കൾ കൂടി വരുമ്പോൾ നല്ല കൂട്ടായ്മ വേണം, സന്തോഷം വേണം, ഇതെല്ലാം വേണം. എന്നാൽ ഒരു അന്ത്യനാളിലാണ് നാം ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെയും സെക്കൻഡറി ആയിട്ടിരുന്നിട്ട് നമ്പർ 1 ഫസ്റ്റ് പ്രയോറിറ്റി പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്നതിനുമായിരിക്കാൻ തക്കവണ്ണം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഇടയാകേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ടുള്ള ന്യായവിധിയാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്. സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തിയത്. പ്രവാചകൻ 4-ാം വാക്യത്തിൽ കൈപ്പോടെ കരയുന്നല്ലോ. കരയുവാനുള്ള കാരണം ദൈവം തനിക്കൊരു കാര്യം വെളിപ്പെടുത്തി, നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന്. സൈന്യങ്ങളുടെ തകർന്നു പോകുന്നു. പ്രവാചകൻ തകരുകയാണ്. ഈ വലിയ പാപം എന്റെ ജനത്തിൽ നിന്നും മോചിക്കപ്പെടത്തില്ലേ, ഒരു ശുദ്ധീകരണം ഉണ്ടാകയില്ലേ എന്നുള്ളതായ അവസ്ഥ കണ്ടുകൊണ്ട് പ്രവാചകൻ കൈപ്പോടെ കരയുകയാണ്. യിരെമ്യാ പ്രവാചകൻ കൈപ്പോടെ കരയുന്നു. യെഹെസ്കേൽ പ്രവാചകൻ കൈപ്പോടെ കരയുന്നു. യോവേൽ പ്രവാചകൻ, മീഖാ പ്രവാചകൻ കൈപ്പോടെ കരയുകയാണ്. ഏത് പ്രവാചകന്മാരാണ് ദൈവസന്നിധിയിൽ? ഹബക്കൂക്ക് കൊത്തളത്തിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ആവലാതി പറഞ്ഞുകൊണ്ട് കരയുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അട്ടഹാസത്തിനോ അഹങ്കാരത്തിനോ വലിയ മേളത്തിനോ ഒന്നും സമയമെടുത്തില്ല. തന്റെ ശുശ്രൂഷ, പരശുശ്രൂഷ നോക്കുമ്പോൾ കൂടുതൽ സമയം കരച്ചിലിനും തന്റെ ജനത്തിന്റെ അവസ്ഥ കണ്ട് ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയിലുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ഈ കാണുന്ന താൽക്കാലികമായ കാര്യത്തിലെല്ലാം വരുവാനുള്ളതായ സൗഭാഗ്യമോർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ താഴുകയും ഈ വലിയ ന്യായവിധിയിൽ നിന്ന് നാമും നമ്മുടെ തലമുറകളും വിടുതൽ പ്രാപിക്കേണ്ടതിനെ ദൈവസന്നിധിയിൽ കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, നിലവിളിക്കുവാൻ ഒരു തീരുമാനം നാം എടുത്തെങ്കിൽ എത്ര നല്ലതായിരുന്നു. അത് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും രാജകുടുംബത്തിൽ പിറന്ന യിശയ്യാവ് കൈപ്പോടെ കരയുകയാണ്. തന്റെ കരച്ചില് വിങ്ങി വിങ്ങി കരയുകയാണ്. കാരണം ദൈവജനം ദൈവത്തിന്റെ ന്യായവിധിയിൽ കൂടെ കടന്നു പോകുവാൻ പോകുന്നു. അവരുടെ അകൃത്യങ്ങൾ മോചിക്കപ്പെടുന്നില്ല. പാപബോധമുണ്ടായി ദൈവസന്നിധിയിൽ കരയുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ ദർശന താഴ്വരയിലെ വലിയ കരച്ചിൽ. ഹല്ലേലൂയ. ആദ്യമായി പ്രവാചകന്റെ കരച്ചിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ന്യായവിധിയിൽ കടന്നു പോകുന്ന വ്യക്തികളുടെ കരച്ചിൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 6 മുതൽ ഏലാമും കീർ പരിചയം ഒക്കെയും അവിടെ പറയുന്നത് അശൂര്യർക്ക് സഹായം ചെയ്ത അന്നത്തെ ജാതീയ രാജ്യങ്ങളുടെ പേരുകളാണ്. അത് എല്ലാം വിശദീകരിക്കാൻ നല്ലതാണ്. എങ്കിൽ തന്നെയും ഇപ്പോൾ നമുക്ക് സമയമില്ല. 7, 8, 7-ാം വാക്യത്തിൽ 8-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും 9-ാം വാക്യം ദാവീദിന്റെ നഗരത്തിന്റെ ഇടിവുകൾ അനവധി എന്ന് കണ്ടു. അശൂര്യർ വരികയാണ്. അശൂര്യർ വരുമ്പോൾ എന്തെല്ലാം
ഫോൾ ബായ്ക്കാണ് ഒരു പട്ടണത്തിനുള്ളത് എന്ന് ആദ്യം കണ്ടുപിടിച്ച് അതിൽ കൂടെയാണ് കടക്കുന്നത്. ഇവിടെ ഇടിവുകൾ മനോഹരം എന്ന് കണ്ടിട്ട് ഹല്ലേലൂയ ഹിസ്കിയ രാജാവ് ചെയ്തത് നമുക്ക് ചരിത്ര പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ശീലോഹാം കുളം പാറയിൽ വെട്ടി താഴ്ത്തി ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ 2 മതിലുകളുടെ മധ്യേ ഒരു ജലാശയം ഉണ്ടാക്കി. ഇതാണ് ശീലോഹാം കുളം എന്ന് പറയുന്നത്. ഹിസ്കിയ രാജാവാണ് അതുണ്ടാക്കിയത്. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിന് നിഴലായി നിൽക്കുന്നതാണ് പാറയിൽ വെട്ടിത്താഴ്ത്തതായ ശീലോഹാം കുളം. ഹല്ലേലൂയ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അടിക്കപ്പെട്ട പാറയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഹല്ലേലൂയ ഒഴുകി വരുന്ന അവിടുത്തെ വിലയേറിയ രക്തവും യേശു ക്രിസ്തു കാൽവറിയിൽ തകർത്തപ്പെട്ടതിനാൽ സ്വർഗത്തിലെ ദൈവം സ്വർഗീയമായ ഉറവ നമുക്ക് തുറന്നു തന്നതിനും നിദാനമായിട്ടാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 8-ാം വാക്യം നോക്കുക. അവൻ യഹൂദയുടെ മൂടുപടം നീക്കി കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. നോക്കുക, ഹല്ലേലൂയ ഒരു കന്യകയെ പോലെ മൂടുപടം ഇട്ടുകൊണ്ട് ജീവിക്കേണ്ടതായ ഇസ്രയേലിന്റെ യഹൂദയുടെ മൂടുപടം നീക്കി. ഹല്ലേലൂയ സ്തോത്രം. ശേഷം ജാതികളെ പോലെ ആകത്തക്കവണ്ണം ഉള്ള അവസ്ഥ വരുവാൻ കാരണം അവർ ജാതികമായ അവസ്ഥയിൽ പോകുകയും ദൈവത്തിന്റെ ന്യായവിധി ഹല്ലേലൂയ അവരുടെ മേൽ വരികയും ശിക്ഷ വരികയും ചെയ്തതിനാലാണ്. ഇത് കണ്ടുകൊണ്ടാണ് പ്രവാചകൻ കൈപ്പോടെ കരയുന്നത്. നമുക്കിതൊന്ന് കാണുവാൻ ഒക്കുമോ? അതോ ഈ ലോകത്തിന്റെ തിളക്കമാണോ? ഈ ലോകത്തിന്റെ പ്രതാപമാണോ? പേരും പെരുമയുമാണോ? ഓഹോ, യഥാർത്ഥ ദൈവ പൈതൽ എന്ന് പറയുന്നത് വരുവാനുള്ള ന്യായവിധി കണ്ടുകൊണ്ട് അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കേണ്ടതിനെ, നമ്മുടെ തലമുറകളെ രക്ഷിക്കേണ്ടതിനെ, നമ്മെ രക്ഷിക്കേണ്ടതിനെ, പട്ടണങ്ങളെ രക്ഷിക്കേണ്ടതിനെ ഏങ്ങി ഏങ്ങി കരയുന്ന ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനുമെന്ന് കർത്താവിന്റെ ഹല്ലേലൂയ ആ ഹൃദയനുറുക്കം ഹല്ലേലൂയ നമ്മോട് ഇന്ന് രാത്രിയിലും കർത്താവ് അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കരയുവാനും കർത്താവ് നമുക്ക് ഇടയാക്കുമാറാകട്ടെ. ഇവിടെ കുതിരവാതിലും ഒക്കെ യെരുശലേമിലെ ഒരു വാതിലാണ്. ഹല്ലേലൂയ സ്തോത്രം. മനോഹരമായ താഴ്വരകൾ. ഹല്ലേലൂയ 3 താഴ്വരകളെ പറ്റി ഞാൻ ഓർപ്പിച്ചുവല്ലോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹിസ്കിയ രാജാവ് നല്ല രാജാവായിരുന്നു. ഹല്ലേലൂയ അശ്ശൂരിനെ കപ്പം കൊടുക്കുന്നത് നിർത്തിയപ്പോൾ അശ്ശൂര്യർ ഹല്ലേലൂയ ഹിസ്കിയാവിനെതിരായി കടന്നു വരുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം, ഇശയ്യാ പ്രവചനം 36-ാം അധ്യായം ഒക്കെയും പഠിക്കുന്നതായ സന്ദർഭത്തിൽ ഇനിയും നാം 15 മുതൽ 25 വാക്യം വരെ വായിക്കുമ്പോൾ 2 വ്യക്തികളെ കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, നമുക്ക് ശെപ്നയെ കാണുവാൻ സാധിക്കുന്നു. അത് ഹിസ്കിയ രാജാവിന്റെ ഹല്ലേലൂയ ട്രഷറി ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അന്നത്തെ കാലത്ത് ഹിസ്കിയ രാജാവ് കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ സകല പദവികളും അധികാരവും ഒക്കെയും രാജാവിനൊരു മന്ത്രിയെ പോലെ എല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നവൻ ശെപ്നയായിരുന്നു. ശെപ്നയെ പറ്റിയുള്ളതായ ലജ്ജാകരമായ കാര്യവും അവന് വരുവാൻ പോകുന്ന ന്യായവിധിയും ഇവിടെ സാധിക്കുന്നു. അതിന്റെ പ്രധാനമായ കാരണം യെരുശലേമിന്റെ തൽമൂദുകളിൽ നാം പോകുന്നതായ സന്ദർഭത്തിൽ ആ തൽമൂദുകളിലെ ചരിത്രങ്ങളിൽ അവരുടെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ ശെപ്നയാണ് ഹിസ്കിയ രാജാവിനെ നിർബന്ധിച്ചിട്ട് ഈജിപ്തിനോടും അന്നത്തെ ശക്തികളായിരുന്ന ഈജിപ്തിനോടും അതുപോലെ തന്നെ എത്യോപ്യയോടും ഒക്കെ കൂട്ടുപിടിച്ചിട്ട് അശൂരിനെതിരായി നിൽക്കുവാൻ തക്കവണ്ണം നിർബന്ധിച്ച വ്യക്തിയായിരുന്നു ശെപ്ന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അശൂര്യർ കടന്നു വന്നത്. അവരൊന്നും ഹല്ലേലൂയ യഹൂദയെ രക്ഷിച്ചില്ല
എന്ന് കാണുവാൻ സാധിക്കുന്നു. ജാതികളെ കൂട്ടുപിടിച്ച് ലോക ശക്തികളെ കൂട്ടുപിടിക്കുന്നതായ നേതാക്കന്മാരാണ് നമുക്കിന്നുള്ളത്. മന്ത്രിമാരെയും ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുവാനോ പ്രാർത്ഥിക്കുവാനോ സമയമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഷെപ്ന വലിയ മഹാനായിരുന്നു. താൻ അവിടെ ഒരു കല്ലറ ഉയർന്ന സ്ഥലത്ത് തന്റെ വിചാരം അവിടെ തന്നെ അടക്കും. താൻ മരിച്ചാലും തന്റെ പേരൊക്കെ കൊത്തിയിരിക്കുന്ന മനോഹരമായ കല്ലറ 1000 വർഷങ്ങളില് സർവ്വ ആൾക്കാരും കാണും. ഇത് ഷെപ്നയുടെ കല്ലറയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും തന്നെ ഒന്ന് നോക്കും. താൻ മരിച്ചു കഴിഞ്ഞാലും തന്റെ പുകഴ്ച അവിടെ നിൽക്കുമെന്നൊക്കെ വിചാരിച്ച് ഈ ട്രഷറർ വലിയ കല്ലറയൊക്കെ വെട്ടുന്നത്. അതാണ് ഇശയ്യാവ് കണ്ടുകൊണ്ട് പറയുന്നത്, നീ എന്തിനാ ഇവിടെ ഈ കല്ലറയൊക്കെ ഉണ്ടാക്കുന്നത്? നീ ഈ കല്ലറയിൽ അടക്കപ്പെടത്തില്ല. ചരിത്രം പറയുന്നത് ബാബേല്യര് വന്നപ്പോൾ ഷെപ്നയെ പിടിച്ച് ഈജിപ്തിനോട് കൂട്ടുപിടിച്ചവനെ, എത്യോപ്യയോട് കൂട്ടുപിടിച്ചവനെ, ജാതികളുമായി ബന്ധം കൂടി ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കാതെ പുറമേ ഉള്ളതില് സ്ഥാനം പിടിച്ചവനെ കുതിരയുടെ പുറകിൽ കെട്ടി വലിച്ചു, പട്ടണത്തിന് ചുറ്റും വലിച്ച് അവൻ ഇഞ്ചിഞ്ചായി മരിച്ചുപോയി എന്നാണ്. ഒരു കഴുതയെ പോലെ അവന്റെ ജഡത്തെ എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. ഈ ലോകത്തെ സ്നേഹിച്ച് ലോക ഇമ്പത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ ഇതാണ്. ഈ ഭൂമിയിൽ എന്തെല്ലാം കണക്കുകൂട്ടലുകൾ ഉണ്ടെങ്കിലും അതൊന്നും സംഭവ്യമല്ല. നാം എന്തു ചെയ്യണം? ഹിസ്കിയാവിനെ പോലെ അശൂര്യര് വന്നപ്പോൾ ഹിസ്കിയാവിനെ പോലെ ദൈവസന്നിധിയിൽ കടന്നു എന്ന് ഇശയ്യാവിനോട് പറയുകയാണ്, പ്രാർത്ഥിക്കണം. ആ സന്ദർഭത്തിലാണ് യഹോവയായ ദൈവം ദൂതനെ അയച്ച് 1,85,000 പേരെ കൊന്നത്. അതായിരുന്നു ആദ്യമേ വേണ്ടിയത്. അതിനു പകരം ഷെപ്ന എന്തു ചെയ്തു? ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞാൽ ദൈവം വിടുതൽ അയക്കുമെന്നുള്ളത് ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്കറിയാമായിരുന്നു. എങ്കിൽ തന്നെയും അവർ ശേഷം ജാതികളിൽ ആശ്രയിച്ചു. അവരുടെ കുതിരകളെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. 2-3 കുതിരകളെ പറ്റി പറയുന്നത്. ഹല്ലേലൂയ ഷെപ്നയെ പറ്റി പറയുമ്പോഴാണ് അതിന്റെ 18-ാം വാക്യം, നിന്നുള്ള രഹതങ്ങളും എവിടെയാകും? ലജ്ജയായുള്ളോവേ, മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന രഥങ്ങളും കുതിരകളും ഒന്നും ഷെപ്നയെ നിന്നെ രക്ഷിക്കയില്ല. നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മെ രക്ഷിക്കയില്ല. നമ്മുടെ ജോലി നമ്മെ രക്ഷിക്കയില്ല. ഹിസ്കിയാവിനെ പോലെ ദൈവസന്നിധിയിൽ കരയുന്നവരായി, ദൈവമേ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിപ്പാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ ദൈവം തന്റെ ദൂതനെ അയക്കുന്നു. ദൈവം തന്റെ ആത്മാവിനെ അയക്കുന്നു. ദൈവം തന്റെ ദാസന്മാരെ അയക്കുന്നു. ഒരു പൂർണ്ണ ആശ്രയത്തിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതാണ് ഷെപ്ന മരിച്ചു പോയതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഈ ഷെപ്നയെ പറ്റിയും എല്യാക്കീമിനെ പറ്റിയും രാജാക്കന്മാരുടെ 2 രാജാക്കന്മാരുടെ പുസ്തകം എനിക്ക് തോന്നുന്നു 18-ാം അധ്യായത്തിലും ഇശയ്യാ പ്രവചനം 36-ാം അധ്യായത്തിലും ഇവരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും ഈ ഷെപ്ന മരിച്ചു പോയപ്പോൾ അവൻ ഒരു മൃഗത്തെ പോലെ മരിച്ച് അവന്റെ ശവം തെരുവിൽ എറിഞ്ഞപ്പോൾ അവനു പകരം ദൈവം ഉയർത്തിയ വ്യക്തിയാണ് എല്യാക്കീം. ഇനി ഈ എല്യാക്കീം ആരാകുന്നു എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഹിൽക്കിയാവിന്റെ മകനായ എല്യാക്കീം. ആരാണ് ഹിൽക്കിയാം? ഹല്ലേലൂയ. എനിക്കിനി ഒരു 5-6 മിനിറ്റൂടെ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാം. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനമാകും. മുഴുവനും വിവരിക്കുവാൻ സമയമില്ല. എല്യാക്കീം എന്ന് പറയുന്നത് ഹിൽക്കിയാവിന്റെ മകനാണ്. ഹിൽക്കിയാവിന്റെ ഏതു മകൻ? ഹിൽക്കിയാവ് ആരാണ്? ഹിൽക്കിയാവ് ഹിസ്കിയാ രാജാവിന്റെ കാലത്തും യോശിയ രാജാവിന്റെ കാലത്തും ഉണ്ടായിരുന്ന മഹാപുരോഹിതനാണ്.
ഇവിടെ നമുക്ക് ഹിൽക്കിയാവിനെ കാണാം, മറ്റു പല സ്ഥലങ്ങളിലും കാണാം. എന്നാൽ പ്രധാനമായി കാണുവാൻ സാധിക്കുന്നത് യിരെമ്യാവിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ അബ്യാഥാർ കുടുംബത്തിൽ ഉള്ളതായ വ്യക്തിയാണ് ഹിൽക്കിയാവ്. ഹല്ലേലൂയ സ്തോത്രം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഹിൽക്കിയാവിന്റെ മകനായ യിരെമ്യാവ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹിൽക്കിയാവ് എന്ന് പറയുന്നത് യിരെമ്യാ പ്രവാചകന്റെ പിതാവാണ്. അങ്ങനെയാകുമ്പോൾ ഈ എല്യാക്കീം എന്ന് പറയുന്നത് യിരെമ്യാവിന്റെ മൂത്ത സഹോദരനാണ്. എങ്ങനെയാണ് മൂത്ത സഹോദരൻ നാം അറിയുന്നത്? യിരെമ്യാവ് പറയുന്നുണ്ട്, ഞാൻ ബാലനാണ് കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിയത്തില്ല, 1-ാം അധ്യായത്തിൽ. അപ്പോൾ യിരെമ്യാവിന്റെ മൂത്ത സഹോദരൻ എന്ന് നമുക്ക് ഗ്രഹിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. അങ്ങനെ അന്നത്തെ മഹാപുരോഹിതനാകുന്ന ഹിൽക്കിയാവിന്റെ മകനാകുന്ന എല്യാക്കീമിനെയാണ് ശെബ്ന മരിച്ചപ്പോൾ അവനെ കൊന്നുകളഞ്ഞപ്പോൾ ദൈവം ഉയർത്തിയത്. അവനെ ഈ എല്യാക്കീമിനെയാണ് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് യഹൂദ അവന്റെ അപ്പനായിരിക്കും. ഞാൻ ദാവീദിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല. ഈ ഹിൽക്കിയാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ നിഴലായി നിൽക്കുന്നു. ഞാൻ ചില റെഫറൻസ് പറയാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. ഹല്ലേലൂയ. ഞാൻ തുറന്നാൽ അടയ്ക്കുന്നത് ആര്? പാതാളത്തിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം ഫിലദൽഫിയ ചർച്ചിനെ പറ്റി പറയുമ്പോൾ ദാവീദിന്റെ താക്കോലുള്ള യേശു രക്ഷകന്റെ നിഴലായിട്ടാണ് ഹിൽക്കിയാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. താക്കോൽ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അക്കാലത്ത് ഹല്ലേലൂയ സ്തോത്രം ഒരു രാജ്യത്തിന്റെ ട്രഷററായി നിയമിക്കപ്പെടുന്ന വ്യക്തി അവരുടെ അരയ്ക്ക് ഒരു കച്ച കെട്ടിയിട്ട് ആ കച്ചയിൽ ഒരു താക്കോൽ തൂക്കിയിട്ടിരിക്കും, എല്ലാവർക്കും കാണത്തക്കവണ്ണം. അത് പദവിയെ കാണിക്കുന്നതാണ്, അധികാരത്തെ കാണിക്കുന്നതാണ്. ട്രഷറിയുടെ സകല ഇൻചാർജും ഞാനാകുന്നുവെന്ന് അവർ പോകുമ്പോൾ വെളിപ്പെടുത്തുന്നതാണ്. എല്ലാവരും കാണത്തക്കവണ്ണമാണ് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു താക്കോലിനെ പറ്റിയാണ് പറയുന്നത്. ആ താക്കോൽ നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ് ഉള്ളത്. പിന്നെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മോട് പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ താക്കോൽ ശെബ്നയിൽ നിന്നും മാറ്റി എല്യാക്കീമിന് കൊടുത്തതുപോലെ ദൈവം നമുക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തന്നിരിക്കുകയാണ്. അന്നത്തെ ട്രഷറേഴ്സ് താക്കോൽ അരയ്ക്ക് കെട്ടിക്കൊണ്ട് നടക്കുന്നത് പോലെ ദൈവം വിശ്വാസത്താൽ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നാം അത് മറന്നു പോകരുത്. ഒരു യഥാർത്ഥ ദൈവ പൈതലിന് സ്വർഗരാജ്യത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച ഉത്തരം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ ഹല്ലേലൂയ അവനൊരു ഉറപ്പുള്ള ആണി. നമ്മുടെ കർത്താവിന്റെ മറ്റൊരു പേരാണ് ഉറപ്പുള്ള ആണി എന്ന്. കിണ്ണം മുതൽ ഹല്ലേലൂയ തുരുത്തി വരെ തൂക്കിയിടുന്ന ആണി. ഹല്ലേലൂയ സ്തോത്രം. അതേ ആലയത്തിലെ തൂക്കിയിട്ടിരിക്കുന്ന ആണിയാണ്. ഹല്ലേലൂയ. അവിടെയാണ് ഓരോ ഉപകരണങ്ങളും തൂക്കിയിട്ടിരിക്കുന്നത്. അത് ഒരു വ്യക്തിയാണ്, അതാണ് ഹിൽക്കിയാവിനെയാണ് ഇവിടെ കാണിക്കുന്നത്, എല്യാക്കീമിനെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും കർത്താവിനോടുള്ള ബന്ധത്തിൽ നാം അത് അറിഞ്ഞിരിക്കേണ്ടത് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ഭാരങ്ങളും കിണ്ണം മുതൽ ഹല്ലേലൂയ തുരുത്തി വരെ എല്ലാം തൂക്കിയിടുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ കൊച്ചുമക്കളുടെ കാര്യം, രാജ്യത്തിന്റെ കാര്യം, ദേശത്തിന്റെ കാര്യം, കിണ്ടി മുതൽ കിണ്ണം വരെ സകലവും തൂക്കിയിടുവാൻ ഉറപ്പുള്ള ആണിയായി കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇതിനൊരു വേറൊരു ആത്മീക അർത്ഥമുണ്ട്.
ആത്മീക അർത്ഥം നാം ഒരാണിയാണ്. യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ നമ്മളോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നു, മറ്റുള്ളവരുടെ ഭാരം നമ്മളെ ഏൽപ്പിക്കുന്നു. ഇത് വഹിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഉറപ്പുള്ള ഒരാണിയായി യഹോവയുടെ ആലയത്തിൽ കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ഭാരം നമ്മുടെ ഭാരമായി എടുത്തുകൊണ്ട് ഇടിവ് നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 25-ാം വാക്യം വായിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്തെ തറച്ചിരിക്കുന്ന ആണി ഇളകിപ്പോകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോകുകയും ചെയ്യും. യഹോവയല്ലോ അരുളിച്ചെയ്യുന്നത്. 25-ാം വാക്യത്തിൽ പറയുന്നത് എല്യാക്കീമിനെ പറ്റിയല്ല, പ്രത്യുത ശെപ്നയെ പറ്റിയാണ്. ശെപ്നയായിരുന്നു ഒരാണിയായിട്ടിരുന്നത്. അവൻ ബാബേല്യരുടെ അക്രമത്താൽ തകർന്ന് ഒടിഞ്ഞുപോയി. അവനിൽ ആശ്രയം വെച്ചിരുന്നവരെല്ലാം തകർന്നുപോയി. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയം വെക്കുന്നവന്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ എല്യാക്കീമിൽ ആരെല്ലാം തൂക്കിയിടുന്നുവോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ആരെല്ലാം തൂക്കിയിടുന്നുവോ അത് ഉറപ്പുള്ള ആണിയാണ്. കർത്താവിൽ ചാരാം, ആശ്രയിക്കാം. വചനം കേട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ഭാരങ്ങളെ വഹിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കും ഭക്തിക്കും കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിപ്പാനും ഇടയാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയട്ടെ. ഇതിലുള്ള പ്രവചന ഭാഗങ്ങളൊന്നും തന്നെ ഞാൻ ചിന്തിച്ചില്ല. ഹിസ്റ്റോറിക്കലായിട്ട് ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അത് മതി. അത് നമുക്ക് ആത്മീകമായി സമൃദ്ധി നൽകിയല്ലോ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. രാത്രിക്കായ ഐശ്വര്യമായ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ വചനത്തിലൂടെ അനുഗ്രഹിച്ചല്ലോ. നമ്മളെ കേൾപ്പിച്ച വിലപ്പെട്ട ദൈവത്തിന്റെ ആലോചനയുടെ മുമ്പ് നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ദർശന താഴ്വര അഥവാ യെരുശലേമിനെ കുറിച്ചുള്ള പ്രവചനം. ഹല്ലേലൂയ. ഇതിന്റെ ബൈബിലുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളെ കുറിച്ച് പ്രവചിച്ചതിന് ശേഷം യെശയ്യാ പ്രവാചകൻ യെരുശലേമിനെ ഉദ്ദേശിച്ചാണ് 1-ാം വാക്യത്തിൽ ദർശന ഹല്ലേലൂയ താഴ്വര എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം പ്രവചനങ്ങളുടെ ഹല്ലേലൂയ ഗർഭഗ്രഹമാണ് യെരുശലേം. കഴിഞ്ഞ അധ്യായം കരം പിടിച്ചു നടത്തും കർത്തൻ നീയല്ലോ, യാചിച്ച എന്നെ സൗഖ്യമാക്കി നീ. കരം പിടിച്ചു നടത്തും കർത്തൻ നീയല്ലോ, യാചിച്ച എന്നെ സൗഖ്യമാക്കി നീ. കുഴിയിൽ വീഴാതെന്നെ സൂക്ഷിച്ചവനെ കണ്ണുനീർ സന്തോഷമായി മാറ്റിയല്ലോ. കുഴിയിൽ വീഴാതെന്നെ സൂക്ഷിച്ചവനെ കണ്ണുനീർ സന്തോഷമായി മാറ്റിയല്ലോ. സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനം സന്തോഷത്താൽ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. പാപങ്ങളെ ഓർക്കാതെ ചേർത്തുവല്ലോ, ശാപങ്ങളെ നീക്കി ശുദ്ധമാക്കി നീ. പാപങ്ങളെ ഓർക്കാതെ ചേർത്തുവല്ലോ, ശാപങ്ങളെ നീക്കി ശുദ്ധമാക്കി നീ. രക്ഷയുടെ സന്തോഷം തിരികെ തന്നല്ലോ, ഉണർവിനാവിയാലെന്നെ താങ്ങിയല്ലോ. രക്ഷയുടെ സന്തോഷം തിരികെ തന്നല്ലോ, ഉണർവിനാവിയാലെന്നെ താങ്ങിയല്ലോ. സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനം സന്തോഷത്താൽ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ.